പ്രിയമുള്ളവരെ, പി എൽ ലത്തീഫ് വ്ലോഗ്സിലൂടെ ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എൻ്റെ ഗ്രാമത്തിൽ ശ്രദ്ധയിൽപ്പെട്ട ഒരു കല്യാണത്തിൻ്റെ രസകരമായ കുറച്ച് കാഴ്ചകളൊക്കെയാണ്. ഇവിടെ ചായക്കട സജീവമാണ്. പഴയകാല ചെമ്മീൻ എന്ന സിനിമയുടെ പോസ്റ്റൊക്കെ കാണുന്നുണ്ട്. പുരാതന കാലത്തെ ഓരോരോ മോഡലുകൾ അനുകരിക്കുക എന്നുള്ളത് ഇന്നൊരു ഫാഷനായിട്ട് മാറിയിട്ടുണ്ട്. നമ്മുടെ പുതിയ ജനറേഷൻ, പ്രത്യേകിച്ച് ഫ്രീക്കൻസൊക്കെ ഇപ്പോൾ ഉപയോഗപ്പെടുത്തുന്ന പല ഫാൻസുകളും പഴയ കാലങ്ങളിലെ ബെൽബോട്ടം ഫാൻസിനോട് സാമ്യമാകുന്ന രീതിയിലാണ്. അപ്പോൾ പഴയ കാലങ്ങളിലെ പലതും പുതുമയുള്ളതായിട്ട് ഇന്നും നമ്മൾ എന്ത് ചെയ്യുന്നു, ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ഇവിടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കല്യാണങ്ങളിലൊക്കെ സജീവമായിട്ട് കാണുന്ന ഒരു പരിപാടിയാണ് പഴയകാല ഒരു രൂപസാദൃശ്യം ഒരുക്കിക്കൊണ്ട് ഒരു ചായക്കട. അതൊരു ഒരിക്കലും ഇങ്ങനെ ലൈവായിട്ട് നിൽക്കുന്നുണ്ടാവും. അതുപോലെയൊക്കെയുള്ള പരിപാടികളാണ്. കുരുന്നുമക്കളെ ഇപ്പോൾ ഒരു മോഡേൺ യുഗത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ സ്റ്റേജും വധുവരന്മാർ വന്നിരിക്കേണ്ട ഏരിയയാണ്. അവിടെ കുട്ടികൾ അതെല്ലാം ആസ്വദിച്ച് അങ്ങനെ കൂട്ടി നടക്കുന്ന കാഴ്ചകളൊക്കെയാണ്. ഇവിടെ രണ്ട് കല്യാണമാണ് നടക്കുന്നത്. ഹമീദ് വീട്ടിയുടെയും അദ്ദേഹത്തിൻ്റെ അനിയൻ ഷാജി വീട്ടിയുടെയും മക്കളുടെ കല്യാണം. ഹമീദ് വീട്ടിയുടെ മകളുടെയും അതുപോലെ തന്നെ ഷാജി വീട്ടിയുടെ മകൻ്റെയും കല്യാണം. ഗാനമേള ടീമൊക്കെ അവിടെ സജീവമായിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള കുറച്ച് രസകരമായ കാഴ്ചകളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. എന്തായാലും ഈ വീഡിയോ നിങ്ങളിലേക്ക് പോസ്റ്റ് ചെയ്യാനുള്ള ഒരു കാര്യം, പ്രത്യേകിച്ച് മലബാർ ഏരിയയിൽ, മലപ്പുറം ജില്ലയിലൊക്കെ കല്യാണങ്ങളിലൊക്കെ ഇപ്പോൾ ഈ ചായപ്പീടിക എന്നുള്ള സംവിധാനം സജീവമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ചായപ്പീടിക തുടക്കം കുറിക്കുമ്പോൾ അല്ലെങ്കിൽ ചായപ്പീടിക ഒരുക്കുന്ന സമയത്ത് ആ പുരാതന രീതിയെ അതുപോലെ ഒപ്പിയെടുത്ത് നടപ്പിൽ വരുത്താൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ചായ പാരുന്ന ആ ഒരു ഇക്കയുടെ വേഷം പോലും അന്യപ്രേക്ഷകർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പഴയകാല മലപ്പുറം കാക്കാമാരുടെ വേഷമാണ്. പച്ച ബെൽറ്റും വെള്ള ബനിയനും തലയിലൊരു കെട്ടുമൊക്കെ ആയിട്ട് കുരുന്നുമക്കൾ കല്യാണം കാര്യങ്ങളൊക്കെ ആസ്വദിച്ചിരിക്കുന്ന കാഴ്ചകളൊക്കെയാണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ സ്റ്റേജിൽ നിന്ന് മുഴങ്ങി കേൾക്കുന്ന മനോഹരമായ പാട്ടുകളും ആസ്വദിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. പുത്തൻ കോടികളൊക്കെ കഴിഞ്ഞിട്ട് കാരണന്മാരൊക്കെ ഇതിന് മുൻവശത്തായിട്ട് ഇടം പിടിച്ചിട്ടുണ്ട്. പുറത്തേക്ക് വരുമ്പോൾ, അതിൻ്റെ പാർക്കിംഗ് ഏരിയയിലേക്ക് വരുമ്പോൾ പുതുമണവാളൻ കടന്നു വരാനുള്ള കാറുകളൊക്കെ ഡെക്കറേഷൻ ചെയ്ത് വീണ്ടും ഇവിടെ കാണുന്നു. പുത്തനത്താണി തിരൂർ റൂട്ടിൽ ഹൈറിസ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ കല്യാണം നടക്കുന്നത്. കല്യാണം അത്യാവശ്യം ആഡംബരം തന്നെയാണ് എന്നൊക്കെ ഈ കാഴ്ചയിലൂടെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാകും. ഹൈറിസ് ഓഡിറ്റോറിയത്തിൻ്റെ പാർക്കിംഗ് ഏരിയ ഒത്തിരി സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ കടന്നു വരുന്ന ആളുകളെ സ്വീകരിക്കുന്നത് ഒരു സൈഡിൽ ചായക്കടയാണെങ്കിൽ, പഴയകാല ചായക്കടയാണെങ്കിൽ, മറു സൈഡിൽ നമ്മുടെ ആധുനിക കാലഘട്ടത്തിലെ നല്ല രീതിയിലുള്ള വിവിധങ്ങളായ ഫ്രൂട്ട്സ്, ജ്യൂസുകൾ ഒക്കെ ഒരുക്കിയിട്ടാണ് ഉള്ളിലേക്ക് ഈ കല്യാണം കൂടാൻ എത്തിച്ചേർന്നുള്ള ആളുകളെ ആനയിക്കുന്നത് എന്നൊക്കെ നമുക്ക് തുടക്കത്തിൽ നിങ്ങൾ കണ്ട കാഴ്ചയിലൂടെ മനസ്സിലാക്കുന്നുണ്ടാവും. അതിൻ്റെ ഫുഡിങ് ഏരിയയിലേക്ക് വരുമ്പോൾ ഇഷ്ടമുള്ള ഭക്ഷണം അവനവൻ്റെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ആവശ്യപ്പെടുന്നതിനനുസരിച്ച് അതുമായി ബന്ധപ്പെട്ട കാറ്ററിംഗ് ഡ്യൂട്ടി ഏറ്റെടുത്തിട്ടുള്ള ആളുകൾ നമ്മുടെ മുമ്പിലേക്ക് ഭക്ഷണം എത്തിച്ചുകൊണ്ടിരിക്കുന്നു. സജീവമായിട്ട് ഗാനമേള നടക്കുന്നു. പയ്യനും പെണ്ണും സ്റ്റേജിലേക്ക് കടന്നു വരുന്ന കാഴ്ചകളൊക്കെയാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അതിൻ്റെ കുറച്ച് ലൈവ് കാഴ്ചകൾ നമുക്ക് കാണാം.
നല്ലൊരു കൊച്ചുമൻ പാട്ടിനിടയിൽ കുമിളകൾ വരുന്ന അതിൽ നിന്ന് കുമിളകൾ വരാതിരുന്നപ്പോൾ ഊതി നോക്കുന്ന അവൻ്റെ കുസൃതികളാണ് നിങ്ങൾ കണ്ടത്. ഇദ്ദേഹമാണ് ഷാജി വിറ്റി. കല്യാണത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഗസ്റ്റുകൾ സ്വീകരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനായിട്ട് വരും. പൊരിക്കടി സജീവമായിട്ട് ഇവിടെ നടക്കുന്നു. ലൈവായിട്ട് വിവിധ ഇനം പൊരിക്കടികളൊക്കെ പൊരിച്ചു കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓലപ്പീടികയുടെ ചുറ്റുവട്ടത്ത് ആളുകൾ തടിച്ചു കൂടിയിട്ടുണ്ട്, മുതിർന്നവരും കുട്ടികളൊക്കെ ആയിട്ട്. എന്തായാലും പ്രിയമുള്ളവരെ, ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള വാർത്ത ഇതായിരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.